ചാലക്കുടി കോട്ടാറ്റ് പാടശേഖരത്തിൽ നീലക്കോഴികളുടെ ശല്യം രൂക്ഷം. നൂറുകണക്കിന് നീലക്കോഴികളാണ് പാടശേഖരത്തിലിറങ്ങി നെൽക്കതിരുകൾ നശിപ്പിക്കുന്നത്. കയ്പമംഗലത്ത് പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ച ഹരിതകർമ്മ സേനാംഗത്തിന്റെ പേരിൽ നടപടിയെടുത്ത് പഞ്ചായത്ത് അധികൃതർ. 18ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗത്തിനെതിരെയാണ് നടപടി. ലഹരി ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചൂണ്ടൽ പയ്യൂർ സ്വദേശി ശ്രീകൃഷ്ണൻ, വെള്ളാറ്റഞ്ഞൂർ സ്വദേശി അജിത് എന്നിവരാണ് അറസ്റ്റിലായത്. പാഞ്ഞാൾ കാട്ടിൽക്കാവ് ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ല് തകർത്ത് ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുഴയ്ക്കലിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞ് യുവതിക്ക് പരിക്ക്. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. നീലക്കോഴികളുടെ പിടിയിൽ പടിഞ്ഞാറെ ചാലക്കുടിയിലെ കോട്ടാറ്റ് പാടശേഖരം. ഇതുവരെയുള്ള അധ്വാനം വൃഥാവിലാകുമെന്ന ആശങ്കയിൽ കർഷകർ. നൂറുകണക്കിന് നീലക്കോഴികളാണ് പാടശേഖരത്തിൽ ആക്രമണം നടത്തുന്നത്. പൊന്മണി ഞാറുനടിയിൽ തുടങ്ങിയ വേളയിൽ ആരംഭിച്ചതാണ് ഇവയുടെ ആക്രമണം. കൊയ്ത്തിന് 20 ദിവസങ്ങൾ അവശേഷിക്കെ ഇവയുടെ പട തന്നെ പാടശേഖരത്തിൽ വട്ടമിട്ട് പറക്കുന്നു. 150ഓളം ഏക്കറിലെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഇവയുടെ താണ്ഡവമുണ്ട്. 2-3 ഏക്കറിലെ പാടത്തെ വലിയ കുഴികളാണ് നീലക്കോഴികളുടെ താവളം. ഓട്ടുകമ്പനികളിലേക്ക് മണ്ണെടുത്ത കുഴികൾക്ക് ഏറെ ആഴമുണ്ട്. കുറ്റിച്ചെടികൾ പടർന്ന ഗർത്തങ്ങളിലെത്താൻ കർഷകർക്ക് ആകുന്നില്ല. ഇതുകൊണ്ട് തന്നെ കർഷക ശത്രുക്കളായ ഇവയെ തുരത്താനും കഴിയുന്നില്ല. വർഷങ്ങളായി തുടർന്ന നീലക്കോഴി ശല്യം ഇക്കുറിയാണ് രൂക്ഷമായതെന്ന് കർഷകർ പറയുന്നു. 70ഓളം കർഷകർ മുണ്ടകൻ കൃഷിയാണ് കോട്ടാറ്റ് പാടശേഖരത്തിൽ നടത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയെ ഭയന്ന് ഉരിപ്പൂവ് കൃഷിയാണ് ഇപ്പോൾ നടത്തുന്നത്. TCV ചാലക്കുടി. കയ്പമംഗലം പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിച്ച ഹരിതകർമ്മ സേനാംഗത്തിന്റെ പേരിൽ നടപടിയെടുത്ത് പഞ്ചായത്ത്. 18ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗം സരസ്വതിക്കെതിരെയാണ് നടപടി. 10,000 രൂപ പിഴ ഈടാക്കിയ ഇവരെ കർശന താക്കീതും ചെയ്തു. ഗ്രാമലക്ഷ്മി സെന്ററിനു സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. വാർഡിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യം ഇവിടുത്തെ മിനി MCFൽ ഉണ്ടായിരുന്നു. മാസങ്ങൾ പഴക്കമുള്ള ഇവ പഞ്ചായത്തിന്റെ മെയിൻ MCFലേക്ക് മാറ്റാനായി തരം തിരിക്കുന്നതിനിടയിലാണ് ഏറെ പഴക്കം ചെന്ന ചില വസ്തുക്കൾ തീയിട്ട് കളഞ്ഞത്. ഇതിൽ പ്ലാസ്റ്റിക്കും ഉൾപ്പെട്ടിരുന്നു. തീയിട്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പഞ്ചായത്ത് അധികൃതരും കുഴങ്ങി. അതേസമയം മാലിന്യം തിരിയുന്നതിനിടെ പാമ്പിന്റെ തോല് കണ്ടപ്പോഴാണ് തീയിട്ടതെന്നും അബദ്ധത്തിൽ പ്ലാസ്റ്റിക്കും പെട്ടുപോയതാണെന്നും ഹരിതകർമ്മ സേനാംഗം സരസ്വതി പറഞ്ഞു. അത് മഴയും വെയിലൊക്കെ കൊണ്ട് അത് ദ്രവിച്ച് മണ്ണും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇട്ട് കത്തിക്കാന്നുള്ളതിൽ ഇട്ട് കത്തിക്കുന്ന കാർബോർഡും പെട്ടിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടായി പാമ്പിൻ്റെ തോല് കണ്ടപ്പോൾ അത് കിച്ചലൊക്കെ കഴിഞ്ഞു. ഇന്നലെ സ്ഥലം വൃത്തിയാക്കി കൊടുക്കണം നമുക്ക് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടിച്ചു വാരിയും എല്ലാവരും കൂടിയിട്ട് പാമ്പിൻ്റെ തോല് എടുക്കുക. ഒരു പെട്ടി കാർബോർഡിൻ്റെ പെട്ടി അതിൽ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ കത്തിച്ച്. മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂർ സ്വദേശി ആലുക്കൽ വീട്ടിൽ ശ്രീകൃഷ്ണനെയും ഇയാൾ ഓടിച്ച MKK ബസ്സും വെള്ളാറ്റഞ്ഞൂർ കുറവന്നൂർ സ്വദേശി കൊടത്തിൽ വീട്ടിൽ അജിത്തിനെയും ഇയാൾ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഫീസുമോൻ ബസ്സുമാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ചൂണ്ടൽ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി ഉണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നാണ് കുന്നംകുളം പോലീസ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തിയത്. പിടിയിലായ ബസ് ജീവനക്കാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായും വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. പാഞ്ഞാൾ കാട്ടിൽക്കാവ് ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന 2 ഓട്ടുരുളിയും 4 നിലവിളക്കുകളും മോഷണം പോയി. ഇന്ന് പുലർച്ചെ ശാന്തിക്കാരൻ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ വടക്കേ സ്റ്റാൻഡിനു സമീപം നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലു പൊളിച്ച് ബാഗിൽ നിന്നും പണം കവർന്നു. കേച്ചേരി സ്വദേശി ജയപ്രകാശിന്റെ കാറിൽ നിന്നാണ് പണം കവർന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം സ്വദേശി ശരത്, തിരുവനന്തപുരം സ്വദേശി അജു എന്നിവരെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടിയിലായ പ്രതികൾ വിവിധ മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു.
ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലയൂർ പിലാക്കൽ 60 വയസ്സുള്ള റഷീദാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. അപകടം നടന്നയുടൻ റഷീദിനെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി നെല്ലുവായിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചു മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. യാത്രക്കാരായ എരുമപ്പെട്ടി മുരിങ്ങത്തേരി വീട്ടിൽ ഫ്രിൻഡോ, ഭാര്യ ഹേമ, മക്കളായ അലൻ, അലൈന എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് കാറിൽ കുടുങ്ങിക്കിടന്നവരെ പുറത്തെടുത്തത്. പുഴയ്ക്കൽ ശോഭ സിറ്റിക്കു സമീപം ജീപ്പ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞ് യുവതിക്ക് പരിക്കേറ്റു. പുഴയ്ക്കൽ സ്വദേശി സെബീനയ്ക്കാണ് പരിക്ക്. പരിക്കേറ്റ യുവതിയെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വധശ്രമ കേസിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ കേരള തമിഴ്നാട് വന അതിർത്തിയിൽ നിന്നും കാട്ടൂർ പോലീസ് പിടികൂടി. പടിയൂർ വളവനങ്ങാടി സ്വദേശി തുണ്ടിയത്ത് പറമ്പിൽ വീട്ടിൽ ബഷീറിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി പടിയൂർ കുട്ടാടംപാടം സ്വദേശി വെള്ളോംപറമ്പിൽ വീട്ടിൽ അരുൺ പോളിനെയാണ് കാട്ടൂർ SHO PP ജസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 5-ന് അർദ്ധരാത്രിയിലാണ് സംഭവം. അരിപ്പാലം തിരുനാളിനുണ്ടായ തർക്കത്തെ തുടർന്ന് 1-ാം പ്രതിയുടെ നേതൃത്വത്തിൽ ആയുധങ്ങളുമായി ബഷീറിന്റെ വീട്ടിൽ ചെന്ന് മകനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തടയാൻ ചെന്ന വൈരാഗ്യത്തിന് ബഷീറിനെ കത്തികൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു. ഇത് കണ്ടുവന്ന ബഷീറിന്റെ അമ്മയെയും ഭാര്യയെയും അരുൺ പോൾ ചവിട്ടുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ അരുൺ പോൾ പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. SI-മാരായ M. ഹബീബ്, AP ഷിബു, ASI മുരുകേഷ് കടവത്ത്, സീനിയർ CPOമാരായ PD വിജയൻ, കിരൺ, രഘു എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ VR സുനിൽകുമാർ MLA-യുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനവും സംസ്ഥാനതല കലാകായിക ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് KA അജയൻ, സാങ്കേതിക വിദ്യാഭ്യാസ മേഖലാ കാര്യാലയം ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ PA സോളമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, കൈസാബ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വയലാറിലും പുല്ലൂറ്റ് നാരായണമംഗലത്തും ആരംഭിച്ച ഹെൽത്ത് വെൽനസ് സെന്ററുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. VR സുനിൽകുമാർ MLA, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനൽ, ലത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിവിധ തൊഴിലാളി യൂണിയനുകളിൽ നിന്ന് രാജിവെച്ച് BMS-ൽ ചേർന്നവർക്ക് കോടാലിയിൽ സ്വീകരണം നൽകി. BMS സംസ്ഥാന സമിതി അംഗം TC സേതുമാധവൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. BMS കൊടകര മേഖലാ സെക്രട്ടറി രാമൻ അധ്യക്ഷനായി. BMS തൃശൂർ ജില്ലാ പ്രസിഡന്റ് വിനോദ്, മേഖലാ സെക്രട്ടറി ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. 34 തൊഴിലാളികളാണ് പുതിയതായി BMS അംഗത്വം സ്വീകരിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സമ്മിശ്ര കൃഷിയിൽ വിജയഗാഥ രചിച്ച് ദമ്പതികൾ. എടത്തിരുത്തി പഞ്ചായത്ത് 5-ാം വാർഡ് ചെന്ത്രാപ്പിന്നി ഈസ്റ്റിൽ മേലറ്റത്ത് നസീർ ഷബാന ദമ്പതികളാണ് സമ്മിശ്ര കൃഷിയിൽ മികവ് തെളിയിച്ചത്. വീടിനോട് ചേർന്ന 1 ഏക്കറോളം സ്ഥലത്താണ് പശു, കോഴി, താറാവ്, വിവിധ പച്ചക്കറികളും കൃഷി ചെയ്യുന്നത്. വളക്കൂറുള്ള മണ്ണിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്ത പച്ചക്കറികൾ മികച്ച വിളവാണ് നൽകിയത്. കൃഷി ഓഫീസർ PC സജന വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PA ഷമീർ അധ്യക്ഷനായി. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് തെക്കുംകര പഞ്ചായത്തും ജില്ലാ വ്യവസായ കേന്ദ്രവും നടത്തുന്ന മച്ചാട് കാർണിവലിന്റെ ഉദ്ഘാടനം സേവർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. 21 വരെ നടത്തുന്ന എക്സിബിഷനിൽ വിവിധ സ്റ്റാളുകളിലായി വ്യത്യസ്ത വിഭവങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം, മാമാങ്ക പ്രദർശനങ്ങൾ, കുട്ടികളുടെ ചിത്രരചന, കലാമത്സരങ്ങൾ എന്നിവയുണ്ടാകും. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, അംഗങ്ങളായ അശ്വിനി കണ്ണൻ, AR കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ഫാദർ സിബി തന്നെ ഏറെ പ്രശസ്തിയുള്ള നിരവധി കമ്മിറ്റി ഭാരവാഹികളായ വാർഡ് മെമ്പർ കൂടിയായ K രാമചന്ദ്രൻ.
തൃപ്രയാറിൽ യുവാവിന്റെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിയായി വൃദ്ധയ്ക്ക് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശിനി അഞ്ജന ദേവിക്കാണ് പരിക്ക്. തൃപ്രയാർ ബസ് സ്റ്റാൻഡിനു സമീപം ഇന്നലെ രാത്രിയിലാണ് സംഭവം. മദ്യലഹരിയിലുണ്ടായ തർക്കത്തിനിടെ യുവാവ് കല്ലുകൊണ്ട് വൃദ്ധയുടെ തലയിൽ ഇടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വൃദ്ധയെ തൃപ്രയാർ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൃദ്ധയെ ആക്രമിച്ച ഒളരി സ്വദേശിയെ നാട്ടുകാർ തടഞ്ഞുവച്ച് വലപ്പാട് പോലീസിന് കൈമാറി. ചന്ദ്രാപ്പിന്നി ചിറക്കൽ പള്ളിക്കടുത്ത് ഉണക്കപ്പുല്ലിന് തീപിടിച്ചു. പറമ്പിലെ പുല്ലിനാണ് തീപിടിച്ചത്. നാട്ടുകാർ മോട്ടോറടിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കി. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏതൻസ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ബീഫ് റോസ്റ്റിൽ ചത്ത പഴുതാരയെ കണ്ടെത്തി. സ്ഥാപനം ആരോഗ്യവകുപ്പ് അധികൃതർ പൂട്ടിച്ചു. ചിക്കൻ, ബീഫ് എന്നിവയുടെ വിവിധ വിഭവങ്ങൾ പാഴ്സലായി നൽകുന്ന സ്ഥാപനമാണ് ഏതൻസ് ഫുഡ്. ടേക്ക് അവേ കാറ്ററിംഗ് ഏജൻസിയായ ഇവർ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ചൂടാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. ഭക്ഷണ സാധനങ്ങൾ ശരിയായ വിധത്തിൽ മൂടി വെക്കാറില്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ എരുമപ്പെട്ടി സ്വദേശിനി ഷെമീന വാങ്ങിയ ബീഫ് റോസ്റ്റിലാണ് പഴുതാരയെ കണ്ടത്. പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങി കുട്ടികൾ കഴിക്കുമ്പോഴാണ് പഴുതാരയെ കണ്ടതെന്ന് ഷെമീറ പറയുന്നു. തുടർന്ന് ആരോഗ്യവകുപ്പിൽ വിവരം അറിയിക്കുകയും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, JHI CG ജോസഫ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥാപനം അടയ്ക്കാൻ നിർദ്ദേശം നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുന്നംകുളം സർക്കിൾ ഓഫീസർക്കും ഷെമീറ പരാതി നൽകി. നമ്മുടെ എരുമപ്പെട്ടി കടങ്ങൂർ റോഡിന്റെ അടുത്ത് സെൻട്രലായിട്ട് ഏതൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡിന്റെ കട ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ ഇന്ന് ഒരു 7:30 മണി സമയത്ത് 8 പൊറാട്ടയും 2 ബീഫ് റോസ്റ്റും 2 ബീഫ് ചില്ലിയും കൂടിയിട്ട് വാങ്ങി. ആ ബീഫ് റോസ്റ്റ് നമ്മൾ കൊടുന്ന് കുട്ടിക്ക് 10 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു പൊറാട്ടയിട്ട് ബീഫ് കറി നമ്മളതിൽ ഒഴിച്ച്, റോസ്റ്റാണ് കറിയല്ല, റോസ്റ്റ് നമ്മളത് ഒഴിച്ച് അതിലേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കഷ്ണം കുട്ടി കഴിച്ചു. ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പഴുതാര എന്ന് പറഞ്ഞാൽ അത് വെന്തിട്ട് കിടക്കണതിൽ. അപ്പൊ അത് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരാം, പൈസ തിരിച്ചു തരാം, താത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഫുഡായിട്ട് നേരെ അവരെ കടയിൽ വന്നു. നമ്മൾ ആ കടയിൽ അത് കാണിച്ചു കൊടുത്തു. അപ്പോഴും അവർ പറയുന്നത് തെറ്റുപറ്റി, ഫുഡ് അവിടെ ഉണ്ടാക്കണതല്ല, പുറമൊന്ന് കൊണ്ടുവരുന്നതാണ് പറയാറ്. പക്ഷെ ഞാൻ ഡെയിലി ഞാൻ അവിടുന്ന് തന്നെയാണ് അവിടുന്ന് മേടിക്കാറ് ഫുഡ്. ആ ഇതിലാണ് നമ്മൾ വീണ്ടും അവിടുന്ന് തന്നെ വാങ്ങി നടന്നത്. ഞാൻ 430 രൂപ ഗൂഗിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അവർക്ക് ഫുഡിന്റെ. അപ്പൊ ഈ നിലയ്ക്കാണ് ആ കടയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോഴത്തെ അംഗങ്ങൾ അവർ പറഞ്ഞപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ അത് ഞങ്ങൾ മാറ്റി തരാന്നാ പറയണത്. പ്രശ്നം ഉണ്ടാക്കരുത്, അബ്ദത്തിൽ പെട്ടതായിരിക്കും, അങ്ങനെ എങ്ങനെയെന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇത് നാളെ ഞാൻ ഫുഡ് ഇൻസ്പെക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കുന്നുണ്ട് വടക്കാഞ്ചേരി. ഇത് എന്നത്തെ ബീഫാണ് എന്താണെന്നുള്ളത് നമുക്കത് അറിയണം. അതേപോലെ തന്നെ അതിന്റെ കൂടെ ഒരു ഗ്രേവി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തയക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ ഈ പൊറോട്ടയിലൊക്കെ ഒഴിക്കുമ്പോൾ ഈ നൂല് പോലെയാണ്, ഇങ്ങനെ ഞാഞ്ഞൂല് പോലെയാണ് നിൽക്കുന്നത്. ആ സാധനം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ട നടപടി എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ അതിന്റെ ആൾക്കാർ ചെയ്ത് തരണം. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിലെ കോൺക്രീറ്റിംഗ് പ്രവർത്തനങ്ങൾ മന്ദഗതിയിലെന്ന ആക്ഷേപം. ബസുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. 37 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ 17 കിലോമീറ്റർ മാത്രമാണ് പണികൾ പൂർത്തീകരിച്ചതെന്ന് അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു. തൃശൂർ കുന്നംകുളം റൂട്ടിലും സമാന സ്ഥിതിയാണ്. റോഡിന്റെ ഒരു ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തത്. ഈ റൂട്ടിലും ബസുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. സമ്പൂർണ്ണ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്. ചൊവ്വാഴ്ച അരിമ്പൂരിൽ മന്ത്രി R. ബിന്ദു പ്രഖ്യാപനം നടത്തുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര നാളെ ജില്ലയിൽ പ്രവേശിക്കും. KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന യാത്രയ്ക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 4-ന് പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻപിൽ സ്വീകരണം നൽകും. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജാഥയെ തെക്കേ ഗോപുര നടയിലേക്ക് ആനയിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുൻ കേന്ദ്രമന്ത്രി P. ചിദംബരം ഉദ്ഘാടനം ചെയ്യും. KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ മുഖ്യാതിഥിയാകും. വേനൽ കടുത്ത് കാട്ടരുവികളും ചോലകളും വറ്റി വരണ്ടതോടെ തീറ്റയും വെള്ളവും തേടി രാപ്പകൽ വ്യത്യാസമില്ലാതെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നു. പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് കാട്ടാനകൾ ചാലക്കുടി പുഴ കടന്ന് ജനവാസ പ്രദേശങ്ങളിൽ എത്തുന്നത് പതിവായതോടെ വയനാട് ദുരന്തം ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് മലയോര മേഖല. ആനകൾ ഇറങ്ങുന്നത് തടയാൻ ചാലക്കുടി പുഴയുടെ അരികിലൂടെ തുമ്പൂർമുഴി മുതൽ അതിരപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ സൗരോർജ്ജ വേലി സ്ഥാപിക്കാൻ പദ്ധതിയിട്ടെങ്കിലും നിർമ്മാണം ഒന്നുമായില്ല. പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് നാട്ടുകാരും വിനോദസഞ്ചാരികളും രക്ഷപ്പെടുന്നത്. കഴിഞ്ഞയാഴ്ച 2 സംഭവങ്ങളിലായി 2 പേർ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്.
ആനകൾ രാത്രിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ ചാലക്കുടി വാഴച്ചാൽ ഡിവിഷനുകളിൽ ഫോറസ്റ്റ് ജീവനക്കാർ പട്രോളിംഗ് നടത്തുന്നുണ്ട്. എന്നാൽ ഇടവിട്ട ദിവസങ്ങളിൽ നടത്തുന്ന പട്രോളിംഗ് പ്രഹസനമാണെന്നും ആനയെ ഓടിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെയാണ് ഇവർ വരുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. തൃശൂർ പൂരത്തിന് റേഡിയോ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നൽകിയ ഹാം റേഡിയോ ഓപ്പറേറ്റർമാരെ ജില്ലാ കളക്ടർ ആദരിച്ചു. 30 ഹാം റേഡിയോ ഓപ്പറേറ്റർമാർക്ക് ദുരന്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുവാനുള്ള റെയിൻകോട്ടും ബൂട്ടുകളും സമ്മാനിച്ചു. കളക്ടറേറ്റിന്റെ റേഡിയോ വയർലെസ് സംവിധാനവുമായി ചേർന്ന് ഹാം റേഡിയോ ഓപ്പറേറ്റർ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ് സംസ്ഥാനതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. റവന്യൂ വകുപ്പ് ജീവനക്കാരനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗവേഷണ വിദ്യാർത്ഥിയുമായ ഷിബു ജോർജാണ് ഹാം റേഡിയോ സംവിധാനം കളക്ടറേറ്റിൽ ഒരുക്കിയത്. SDPI മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന വാഹന പ്രചരണ ജാഥ നടത്തി. ഭരണഘടന സംരക്ഷിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മജീദ് പുത്തൻചിറ വാഹനജാഥ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഹക്കീം, ഹാരിസ് പാടൂർ, PNA ഖാദർ, ആഷിഫ് AM, നൌഫൽ വലിയകത്ത് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭ കിഴൂരിൽ നിർമ്മിച്ച രണ്ടാമത്തെ പകൽ വീട് ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. നഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പകൽ വീട് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ചിറളയത്ത് ശാന്തകുമാരി അമ്മ നഗരസഭയ്ക്ക് സൌജന്യമായി നൽകിയ 17 സെന്റ് സ്ഥലത്താണ് 1250 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള പകൽ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജനി പ്രേമൻ, T. സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷെബീർ, സെക്രട്ടറി VS സന്ദീപ് കുമാർ, മുൻ വാർഡ് കൌൺസിലർ KA അസീസ് എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ നീർത്തട മാസ്റ്റർ പ്ലാനിംഗ്, റോഡ് മാപ്പിംഗ്, സ്ട്രീറ്റ് ലൈറ്റ് മാപ്പിംഗ് എന്നിവയുടെ പ്രകാശനവും ആസ്തി രജിസ്റ്റർ അപ്ഡേഷൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, CSRD CEO CR ജയരാജ്, AE VS പ്രസാദ്, പഞ്ചായത്ത് സെക്രട്ടറി KS ജോസ്മോൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പാർലിക്കാട് റെയിൽ പാളത്തിൽ ആംബുലൻസ് ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാർലിക്കാട് സ്വദേശി പാണങ്ങാടൻ വീട്ടിൽ 54 വയസ്സുള്ള ജോഷിയാണ് മരിച്ചത്. CPM പാർലിക്കാട് ബ്രാഞ്ച് അംഗമാണ്. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് കൈമാറി. ജനുവരി 6-ന് മരണപ്പെട്ട കയ്പമംഗലം യൂണിറ്റിലെ കാളമുറി റോയൽ ലാബ് ഉടമയായിരുന്ന K. സോമസുന്ദരന്റെ കുടുംബത്തിനാണ് 10 ലക്ഷം രൂപ കൈമാറിയത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P. പവിത്രൻ സഹായം കൈമാറി. യൂണിറ്റ് അംഗമായ അബ്ദുൾ റസാഖിനുള്ള ചികിത്സാ സഹായവും ചടങ്ങിൽ കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് PK റാസിഖ് അധ്യക്ഷനായി. VR ഉല്ലാസ്, VV ഉണ്ണികൃഷ്ണൻ, UU രവീന്ദ്രൻ, PK മുഹമ്മദ്, CJ സെയ്തു മുഹമ്മദ്, സിദ്ദിഖ് പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി നൽകില്ലെന്ന് ബാർ ഉടമകളുടെ ഇരിങ്ങാലക്കുട തൃശൂർ മേഖലാ യോഗങ്ങൾ തീരുമാനിച്ചു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ യോഗത്തിലാണ് തീരുമാനം. ആരെങ്കിലും മാസപ്പടി ചോദിച്ചാൽ പരാതി നൽകുമെന്നും യോഗം തീരുമാനമെടുത്തു. 2017-ൽ തന്നെ സംഘടന എടുത്ത തീരുമാനം ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കുകയായിരുന്നുവെന്ന് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മദാസ് പറഞ്ഞു. ജില്ലയിലെ ചില ഉദ്യോഗസ്ഥർ കൈക്കൂലി ചോദിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ചിലർ നൽകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് സമീപിച്ചത്. ഈ സാഹചര്യത്തിലാണ് തീരുമാനം. യോഗം വീണ്ടും ആവർത്തിച്ചുറപ്പിച്ചതെന്ന് പത്മദാസ് പറഞ്ഞു. VR സുനിൽകുമാർ MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കൊടുങ്ങല്ലൂരിലെ വടക്കേ നടയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം തുറന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ON ജയദേവൻ, ഷീല പണിക്കശ്ശേരി, വാർഡ് കൌൺസിലർ KR ജൈത്രൻ, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ഹരീഷ് എന്നിവർ പങ്കെടുത്തു. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാനുള്ള മുറി, FM റേഡിയോ, CCTV ക്യാമറ, ഭിന്നശേഷിക്കാർക്കായി റാമ്പ് തുടങ്ങിയ സംവിധാനങ്ങൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്.
വ്യത്യസ്ത കലകളെ അറിഞ്ഞ് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ആസ്വാദനം പൂർണ്ണത കൈവരിക്കുക എന്നും സംസ്കൃത അധ്യയനം ഇതിന് സഹായകരമാണെന്നും പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല PT കുര്യാക്കോസ് സ്മൃതി ഭവൻ പാവറട്ടി കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച കേരളീയ കലകളെക്കുറിച്ചുള്ള 5 ദിന ശില്പശാലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്യാമ്പസ് ഡയറക്ടർ ഇൻചാർജ് പ്രൊഫസർ ആർ പ്രതിഭ അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ കെ വിശ്വനാഥൻ, സെന്റർ കൺവീനർ ഡോക്ടർ ഗിരിധര റാവു തുടങ്ങിയവർ സംസാരിച്ചു. ഊരകം അഞ്ചോവ് സൌത്ത് ലക്ഷം വീട് റോഡിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ഉപയോഗിച്ചാണ് റോഡും സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചത്. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീന അക്ബർ, പഞ്ചായത്ത് അംഗങ്ങളായ കെ കൃഷ്ണകുമാർ, പ്രജിത് KB തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ സെനാറ്റ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. PTA പ്രസിഡന്റ് OV ഷനോജ്, MPTA പ്രസിഡന്റ് ഉദയകൃഷ്ണ, പ്രധാന അധ്യാപിക ശ്രീജാബായ് എന്നിവർ സംസാരിച്ചു. സാഹിത്യകാരനും ദൂരദർശൻ ഡയറക്ടറുമായിരുന്ന CP രാജശേഖരന്റെ 5ാം വാർഷിക ദിനം ആചരിച്ചു. സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണാചരണം മുൻ ദൂരദർശൻ ഡയറക്ടർ CK തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ VP ജോൺസ് അധ്യക്ഷനായി. CM ശൈലജ നായർ, ജോയ് മണ്ണൂർ, മോഹൻദാസ് പാറപ്പുറത്ത്, N ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിന്റെ 62ാം വാർഷികം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NP അജയൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായിരുന്നു. വിരമിച്ച അധ്യാപകർ ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോമെന്റുകൾ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വാർഡ് മെമ്പർ MK ജോസ് എന്നിവർ കുട്ടികൾക്ക് നൽകി. സ്കൂളിന്റെ പത്രം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് പ്രകാശനം ചെയ്തു. സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മാർച്ച് 7 നടക്കും. ഇതിന് മുന്നോടിയായി ജില്ലാ സമ്മേളനം ഈ മാസം 20 പട്ടിക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില ഏകീകരിക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കാളിയ റോഡ് ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. 22, 23, 24 തീയതികളിലായാണ് നേർച്ച ആഘോഷിക്കുന്നത്. മന്ത്രി K രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കാളിയ റോഡ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM രാജേഷ് ഖാൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ACPP അബ്ദുൾ ബഷീർ, ചേലക്കര CI T ശശികുമാർ, പഴയന്നൂർ CI M മഹേന്ദ്രസിംഹൻ, എളനാട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ SN രാജേഷ്, ചേലക്കര SI K മണികണ്ഠൻ, ചേലക്കര KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ KV ബാലകൃഷ്ണൻ, ചേലക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷലീൽ, വാർഡ് മെമ്പർ PC മണികണ്ഠൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തോന്നൂർക്കര ശ്രീ ഏമൂർ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവം ഭക്തിനിർഭരമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകളും തുടർന്ന് 51 കലാകാരന്മാർ അണിനിരന്നുള്ള പഞ്ചാരിമേളവും ഉണ്ടായിരുന്നു. തോന്നൂർക്കര വിഭാഗം പാലച്ചോട്ടിൽ നിന്നും പടിഞ്ഞാട്ടുമുറി ദേശം ചൊവ്വക്കാവിൽ നിന്നും ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ച് കാവിലെത്തി. തോന്നൂർക്കര വിഭാഗത്തിന് ഇത്തിത്താനം വിഷ്ണു നാരായണനും പടിഞ്ഞാട്ടുമുറി വിഭാഗത്തിന് ഊട്ടോളി അനന്തനുമാണ് തിടമ്പേന്തിയത്. പുതുക്കാട്, ചെങ്ങാലൂർ, രണ്ടാംകല്ല് എന്നിവിടങ്ങളിൽ നിന്ന് 3 ഉഗ്ര വിഷപ്പാമ്പുകളെ പിടികൂടി. പുതുക്കാട് കോമ്പാറ ജോയിയുടെ കടയിൽ കയറിയ 5 അടി നീളമുള്ള അണലി, ചെങ്ങാലൂർ മഠത്തിപ്പറമ്പിൽ തിലകന്റെ വീട്ടുമുറ്റത്തെ വലയിൽ കുടുങ്ങിയ മൂർഖൻ, രണ്ടാംകല്ല് തൈവളപ്പിൽ രാജേഷിന്റെ പറമ്പിൽ നിന്ന് പുല്ലാനി മൂർഖൻ എന്നിവയെയാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജോയിയുടെ കടയിൽ അണലിയെയും തിലകന്റെ വീട്ടുമുറ്റത്ത് നിന്ന് മൂർഖനെയും പിടികൂടിയത്. രാജേഷിന്റെ വീട്ടുപറമ്പിൽ കണ്ട പുല്ലാനി മൂർഖനെ ഇന്ന് ഉച്ചയോടെയാണ് പിടികൂടിയത്.
വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുരമാണ് 3 പാമ്പുകളെയും പിടികൂടിയത്. വനം വകുപ്പ് അധികൃതർക്ക് കൈമാറിയ പാമ്പുകളെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. പൊയ്യ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. സാബു കൈതാരൻ അധ്യക്ഷനായി. മെമ്പർമാരായ ജോളി സജീവ്, AS വിജീഷ്, MP സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി കോട്ടാറ്റ് പാടശേഖരത്തിൽ നീലക്കോഴികളുടെ ശല്യം രൂക്ഷം. 100 കണക്കിന് നീലക്കോഴികളാണ് പാടശേഖരത്തിലിറങ്ങി നെൽക്കതിരുകൾ നശിപ്പിക്കുന്നത്. കയ്പമംഗലത്ത് പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ച ഹരിതകർമ്മ സേനാംഗത്തിന്റെ പേരിൽ നടപടിയെടുത്ത പഞ്ചായത്ത് അധികൃതർ. 18ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗത്തിനെതിരെയാണ് നടപടി. ലഹരി ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചൂണ്ടൽ പയ്യൂർ സ്വദേശി ശ്രീകൃഷ്ണൻ, വെള്ളാറ്റന്നൂർ സ്വദേശി അജിത് എന്നിവരാണ് അറസ്റ്റിലായത്. പാഞ്ഞാൾ കാട്ടിൽക്കാവ് ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ല് തകർത്ത് ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുഴയ്ക്കലിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞ യുവതിക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം.